കാരണം അദ്ദേഹം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് വസിക്കുന്നത്. എന്താ? അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനായി പള്ളിയിൽ പോകേണ്ടതെന്നാണോ? നീ ഇതെന്താണ് പറയുന്നത്? നീ ഇതുവരെ ചെയ്ത പ്രവൃത്തികൾക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊള്ളൂ മകനെ യേശു. നിങ്ങൾ ഇവൻ പറയുന്നത് കാര്യമായിട്ടെടുക്കരുത്. ഇവൻ ചെറിയ കുട്ടിയാണ്. ദൈവത്തിന്റെ പാതയിലേക്ക് എത്തിച്ചേരാനുള്ള വിവേകം ഇവനൊരല്പം കുറവാണ്. അഥവാ ഇവന് ദൈവത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും അറിവില്ലെങ്കിൽ പിന്നെ മറ്റു വിഷയങ്ങളെക്കുറിച്ച് എന്തറിയാനാണ്? ഇല്ല, ഈ കുട്ടി ഈ പാഠശാലയിൽ പഠിക്കാൻ യോഗ്യനല്ല. റബ്ബി ഗുരു ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, യേശുവിന് പാഠശാലയിൽ വന്ന് പഠിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഗുരുജി, ഈ ഗ്രാമത്തിൽ ഒരേ ഒരു പാഠശാലയേ ഉള്ളൂ. അഥവാ ഈ കുട്ടിക്ക് ഈ പാഠശാലയിൽ പ്രവേശനം ലഭിച്ചില്ലെങ്കിൽ ഇവന്റെ മുഴുവൻ കുടുംബത്തോടുമൊപ്പം ഈ ഗ്രാമം ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകേണ്ടതായി വരും. ഞാൻ പറയുന്നത് ഈ കുട്ടി സ്വന്തം കുടുംബത്തോടൊപ്പം ഇന്ന് തന്നെ ഈ ഗ്രാമം വിട്ടു പോകണമെന്നാണ്. ഇല്ലെങ്കിൽ ഇവൻ മറ്റു ജനങ്ങളെയും പറഞ്ഞു ധരിപ്പിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാനായി പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ലെന്ന്. ഒരു കുട്ടി കാരണം ഗ്രാമത്തിലെ നിഷ്കളങ്കരായ മനുഷ്യർ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒന്നും പറയാത്ത എന്താണ്? എങ്ങനെയും ഗുരുവിന്റെ ദേഷ്യം ശമിപ്പിക്കണം. ചെല്ലു. ഗുരുജി, ഞാൻ യേശുവിന്റെ പിതാവ് ജോസഫാണ്. എന്നെ ദൈവീയത വിശ്വസിച്ചാലും ആരുടെങ്കിലും മനസ്സ് മാറ്റുക എന്നുള്ളതല്ല യേശുവിന്റെ ഉദ്ദേശം. അവൻ കേവലം അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നൽകിയത്. അതെ, അത് ശരിയാണ്. അവൻ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയായിരുന്നു. പക്ഷേ അവൻ എന്താണാവോ പറഞ്ഞത്? അത് ശരിയായ കാര്യമല്ലല്ലോ. യേശു, നീ നിന്റെ മുട്ടിലിരുന്നു കൊണ്ട് രണ്ട് ചെവിയിലും കൈകൊണ്ട് പിടിച്ച് സ്വന്തം തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കേണ്ടതാണ്. പിന്നെ ഇക്കാര്യം സമ്മതിക്കുകയും വേണം. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാതെ ദൈവത്തെ പ്രാപ്തമാക്കാൻ കഴിയില്ലെന്ന്. പിന്നെ ഓരോ വ്യക്തിയും പള്ളിയിൽ പോകേണ്ടത് അത്യാവശ്യമാണെന്നും. എന്താ? അമ്മ പറയാറുണ്ട്, നമ്മൾ ഒരിക്കലും പരമപിതാവായ ദൈവത്തിനു മുന്നിൽ ഒരു കള്ളവും പറയാൻ പാടില്ലെന്ന്. പിന്നെ നമ്മുടെ പരമപിതാവായ ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് കള്ളം പറയാൻ സാധിക്കില്ല. അദ്ദേഹം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഓരോ ജീവിയിലും പരമപിതാവായ ദൈവം വസിക്കുന്നുണ്ട്. എല്ലാ ജീവികളിലും വസിക്കുന്നോ? നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഇതാണോ? മൃഗങ്ങളിലുമൊക്കെ ദൈവം വസിക്കുന്നു എന്നാണോ? ആ, മനുഷ്യരിലും മൃഗങ്ങളിലും പക്ഷികളിലും അങ്ങനെ എല്ലാവരിലും പരമപിതാവായ ദൈവം വസിക്കുന്നുണ്ട്. അതിനാൽ ഓരോ ജീവിക്കും ശരീരം തന്നെയാണ് ആലയം.
മതി, ഒരുപാടായിരിക്കുന്നു. ഈ കുട്ടിയുടെ നാവിൽ നിന്നും ദൈവത്തെക്കുറിച്ചോ ദൈവത്തിന്റെ വാസസ്ഥലത്തെക്കുറിച്ചോ പള്ളികളെക്കുറിച്ചോ മോശം വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഗുരുജി, അങ്ങയുടെ ദേഷ്യം അടിസ്ഥാനമില്ലാത്തതല്ലേ? എങ്കിലും എനിക്ക് തോന്നുന്നത് ഈ കുട്ടിക്ക് ഒരു അവസാന അവസരം തീർച്ചയായും നൽകണമെന്നാണ്. ഉത്തരവുണ്ടോ? യേശു, വരൂ എന്റെ കൂടെ. ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കാം. ഈശ്വരൻ എവിടെയാണുള്ളതെന്നും എവിടെയാണ് ഇല്ലാത്തതെന്നും. ഇവരെല്ലാം ഇത്രയും പരിഭ്രമത്തിലായിരിക്കുന്ന എന്തുകൊണ്ടാണ്? അപ്പോ യേശു, അപ്പോൾ നീ പറയുകയാണ് എല്ലാ ജീവജാലങ്ങളിലും ദൈവം വസിക്കുന്നുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ഈ ആടിലും ദൈവം വസിക്കുന്നുണ്ടാവുമല്ലോ, അല്ലേ? ശരി, നീ ഇത് തെളിയിക്കൂ. പിന്നെ ഞങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് നീ പറഞ്ഞതുപോലെ ഈ ആടിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവവുമായി സംസാരിക്കൂ. ഞങ്ങൾക്ക് കാണിച്ചു തരണം. എന്താണെന്ന് വെച്ചാല് ഈ ആട് മനുഷ്യരെ പോലെ സംസാരിക്കുമെന്ന്. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. കുട്ടി, ഈ ആടുമായി സംസാരിച്ചൊന്ന് കാണിക്കൂ. കാണിക്കൂ. നിങ്ങൾ എല്ലാവരും ഇത്രയും അറിവുള്ളവരായിട്ട് കൂടി ഇത്രയും ചെറിയൊരു കുഞ്ഞിനെ ഇങ്ങനെ പരിഹസിക്കുകയാണോ? പരിഹസിക്കുന്നത് എന്നെയാണ്. ഇത്രയധികം ഗുരുക്കന്മാരെ ഞാൻ പ്രവേശന പരീക്ഷയ്ക്കായി കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ മകൻ തലതിരിഞ്ഞ ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് ഇവരെല്ലാം അപമാനിക്കുകയാണ്. അത് മാത്രമല്ല, ഇവൻ ദൈവത്തോടൊപ്പം പവിത്രമായ പള്ളികളെയും അപമാനിക്കുകയാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എന്റെ കർത്തവ്യമാണ് ഞാൻ ഇവന്റെ തെറ്റുകൾ തിരുത്തുക എന്നത്. അപ്പോൾ യേശു, നീ വിശ്വസിക്കുന്നത് ദൈവം മൃഗങ്ങളിലും വസിക്കുന്നു എന്നാണ്. എങ്കിൽ കാണിച്ചു തരൂ, ഈ ആട് മനുഷ്യരെ പോലെ സംസാരിക്കുമോ എന്ന്. ശരി, ഈ ആടും ഞാനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം നന്നായി അറിയാവുന്നതാണ്. എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് ഈ ആടിനോട് ഉറപ്പായി സംസാരിക്കാൻ കഴിയുമെന്ന്. ഗ്രാമവാസികളെ കണ്ടോളൂ, ഇപ്പോൾ യേശു കാണിച്ചു തരുന്നതാണ് ആടിന് മനുഷ്യരെ പോലെ സംസാരിക്കാൻ സാധിക്കുമെന്ന്. എല്ലാരും ശ്രദ്ധയോടെ കണ്ടോളൂ. അല്ലയോ പരമപിതാവായ ദൈവമേ, എനിക്ക് വിശ്വാസമുണ്ട് അങ്ങ് എല്ലാവരുടെയും ഉള്ളിലുണ്ടെന്ന്. അങ്ങനെ അനുഗ്രഹിച്ചാലും ഇക്കാര്യത്തിൽ ഇവരിൽ എനിക്ക് വിശ്വാസം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന്. എന്ത് പറ്റി യേശു? എന്തെങ്കിലും ഈ ആടിനെ കൊണ്ട് സംസാരിപ്പിക്കൂ. പേടിക്കണ്ട, നിന്റെ ഉള്ളിലും പരമപിതാവായ ദൈവം വസിക്കുന്നുണ്ട്. അഥവാ നീ ആഗ്രഹിച്ചാൽ ആ ദൈവം നിന്നെ മാധ്യമമാക്കി ഞങ്ങളോട് എല്ലാവരോടും സംസാരിക്കും. യേശു, കണ്ടില്ലേ
ദൈവം മൃഗങ്ങളിൽ വസിക്കുന്നില്ല. അഥവാ വസിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നാം മനുഷ്യർ പറയുന്നത് ഇപ്പോൾ കേട്ട് കഴിയുമായിരുന്നു. വളരെ ശരിയാണ്. ആടെങ്ങനെ മനുഷ്യരെ പോലെ സംസാരിക്കാനാണ്? ഇതൊക്കെ വെറും കള്ളത്തരമാണ്. ഗുരു പറയുന്നതാണ് സത്യം. ഒന്നും സാരമില്ല. ചിലപ്പോൾ അടുത്ത തവണ നിന്റെ ഭയം കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ പരമപിതാവായ ദൈവം നിന്നിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നതാണ്. ഗുരുജി, യേശു, യേശു, ആരാണത്? ആരപ്പ സംസാരിച്ചത്? ഇപ്പൊ യേശു എന്ന് സംസാരിച്ചത് ആരാണെന്ന്? യേശു. ശരിക്കും എന്ത് അത്ഭുത ബാലനാണിവൻ. ആ ആടിനോട് കരയുന്ന പിന്നെ എന്തുകൊണ്ടാണ് ഇത് നേരത്തെ യേശു എന്ന് വിളിച്ചതുപോലെ തോന്നിയത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരത്ഭുതവും നടന്നിട്ടില്ല. ഗുരുജി നോക്കിയേ, മൃഗഭാഷ തന്നെയാ സംസാരിക്കുന്നത്. മൃഗഭാഷ തന്നെയാ. അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടതാണ് ഈ ആട് യേശു എന്ന് വിളിക്കുന്നത്. ഒരു തവണയല്ല, അനേകം തവണ. ഗുരുജി, അങ്ങ് എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഇത് തന്നെ. അല്പം സമയം മുമ്പ് യേശു നമ്മുടെ പള്ളിയെയും ദൈവത്തെയും കുറിച്ച് പറഞ്ഞതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ ഇവന്റെ പ്രാർത്ഥനയിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. അതിനാൽ ഈ കുട്ടിക്ക് ഉറപ്പായും ഈ പാഠശാലയിൽ പ്രവേശനം ലഭിക്കേണ്ടതാണ്. ഞങ്ങൾക്കും ഗുരു പറഞ്ഞതിനോട് യോജിപ്പാണ്. യേശുവിന് പാഠശാലയിൽ പ്രവേശനം ലഭിക്കുക തന്നെ വേണം. നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ഗുരുജനങ്ങളാണ്. യേശു, മകനെ, നാളെ മുതൽ പാഠശാലയിലേക്ക് നീ വന്നുകൊള്ളൂ. എനിക്ക് പാഠശാലയിൽ വരാനുള്ള അനുവാദം നൽകിയതിന് നന്ദിയുണ്ട് ഗുരുജി. പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ സഹോദരി ആശയെയും പാഠശാലയിൽ വരാനായി അങ്ങ് അനുവദിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, പെൺകുട്ടികളെ പാഠശാലയിൽ പഠിപ്പിക്കുന്നത് സമയം പാഴാക്കുമെന്നല്ലാതെ മറ്റൊന്നുമില്ല. അതിലും നല്ലത് ഇതായിരിക്കും. അവർ അവരവരുടെ വീടുകളിൽ മനസ്സും സമയവും അർപ്പിക്കണമെന്ന്. ഞാൻ മാപ്പ് ചോദിക്കുന്നു ഗുരു. എന്നാൽ പെൺകുട്ടികളെ പാഠശാലയിൽ പഠിക്കുന്നതിനായി അനുവാദം നൽകാതിരിക്കുന്നത് അത് ഉചിതമല്ല. ഉചിതവും അനുചിതവും എന്തെന്ന് ഞാൻ നിന്നിൽ നിന്നാണോ മനസ്സിലാക്കേണ്ടത്? കുട്ടിയെ സംസാരിക്കാൻ അനുവദിക്കൂ. ഇവന് എന്താണ് പറയാനുള്ളതെന്ന് എനിക്ക് കേൾക്കണം. ശരി ഗുരുജി. നിനക്കെന്താ തോന്നുന്നത് കുട്ടി? ഇങ്ങനെ പെൺകുട്ടികളെ പാഠശാലയിൽ അയക്കാതിരിക്കുന്നത് ശരിയല്ലെന്നാണോ? ഗുരു, എന്നോട് പരമപിതാവായ ദൈവത്തെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത് എന്റെ അമ്മയാണ്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചതും പിന്നെ നമ്മുടെ രക്ഷകനും അതും പരമപിതാവായ ദൈവം തന്നെയാണ്. അങ്ങയോട് പരമപിതാവായ ദൈവത്തെക്കുറിച്ച് ആദ്യം ആരാണ് പറഞ്ഞത് ഗുരുജി? എന്റെ അമ്മയാണ്.
കുട്ടികൾ വളർന്നു വലുതാകും വരെ അവർക്ക് നന്മയും തിന്മയും മനസ്സിലാക്കി കൊടുക്കുന്നത് അമ്മയാണ്. ഒരു കുട്ടിയുടെ ആദ്യത്തെ ഗുരു എപ്പോഴും അമ്മയല്ലേ? ഗുരുവിന്റെ വിദ്യാഭ്യാസം എങ്ങനെയാണ് സമയം പാഴാക്കലാകുന്നത്? ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്, ഞാൻ എന്തൊക്കെയാണോ ഇതുവരെ പഠിച്ചത് അതെല്ലാം അമ്മയിൽ നിന്നാണ്. അഥവാ എന്റെ അമ്മ അജ്ഞാനിയായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെ അമ്മയ്ക്ക് എന്നെ പഠിപ്പിക്കാൻ സാധിക്കുമായിരുന്നു? അതുകൊണ്ട് പെൺകുട്ടികൾ പഠിക്കുന്നത് വളരെ അത്യാവശ്യമാണ് ഗുരുജി. എങ്കിലേ അവർക്ക് ഭാവിയിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല പാഠം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഗുരുജി അങ്ങോട്ട് അപേക്ഷിക്കുകയാണ്. റബ്ബി ഗുരുജിയോട് അങ്ങ് പറയണം, ആശയ്ക്കും നീമായ്ക്കും പുറമെ ഗ്രാമത്തിലെ മറ്റ് എല്ലാ പെൺകുട്ടികളെയും പാഠശാലയിൽ വരാനായി അനുവാദം നൽകണമെന്ന്. ഇവൻ പറയുന്നത് ശരിയായ കാര്യമാണ്. നാം നമ്മുടെ ചിന്താഗതി വിശാലമാക്കിയേ മതിയാകും. പെൺകുട്ടികളെ അടുക്കളയിൽ മാത്രം തളയ്ക്കാതെ പഠിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ തലമുറ മാത്രമല്ല, വരാൻ പോകുന്ന തലമുറയും സുശക്തമാകുന്നതാണ്. അതെ അതെ ഗുരുവേ, എനിക്കും അങ്ങ് പറയുന്നത് കേൾക്കുമ്പോൾ ഗുരുജി സുഖകരമായ ഒരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. പ്രകൃതിയുടെ നിയമം തന്നെയാണത്. എനിക്ക് പെൺകുട്ടികളെ ഞങ്ങളുടെ പാഠശാലയിൽ പ്രവേശനം നൽകുന്നതിന് അനുവാദം നൽകുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഇന്നു മുതൽ എന്റെ പാഠശാലയിൽ ഏത് പെൺകുട്ടിക്ക് വേണമെങ്കിലും വന്ന് പഠിക്കാവുന്നതാണോ അതിനുള്ള പൂർണ്ണ അനുവാദം തന്നിരിക്കുന്നു. നന്ദിയുണ്ട് യേശുജ്യേഷ്ഠ. നന്ദിയുണ്ട് യേശു. അല്ലയോ ദൈവമേ, അങ്ങയുടെ പുത്രൻ എന്ന് കന്യകമാർക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന പോരാട്ടത്തിൽ വിജയിച്ചിരിക്കുന്നു. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഭാവിയിൽ യേശു സമൂഹത്തിന്റെ നന്മയ്ക്കായി അനേകം കാര്യങ്ങൾ ചെയ്യുമെന്ന്. ഈ ലോകത്ത് ഇതിലും മനോഹരമായ ഒരു സ്ഥലം മറ്റൊന്നുണ്ടാകില്ല. കാരണം ഇവിടെ നീയുണ്ട് യേശു. ഈ കുട്ടി പറഞ്ഞപ്പോൾ ഒരു മൃഗം പോലും മനുഷ്യന്റെ ഭാഷ പറയുകയുണ്ടായി. ഈ കുട്ടിയിൽ എന്തോ പ്രത്യേകതയുണ്ട്. അല്ല യേശു, നീ ഇത്ര വേഗത്തിൽ ഇത്രയധികം ചെടികൾ വെച്ചു പിടിപ്പിച്ചോ? കൊള്ളാലോ. ഞാനും നിന്നെ സഹായിക്കാം. എന്താ? വേണ്ടച്ചാ, ഞാൻ ചെയ്തോളാം. ഇനി കുറച്ചുകൂടി ബാക്കിയുള്ളൂ. യേശു, നീ ഈ മണ്ണ് ഇങ്ങനെ കൈകൊണ്ട് മാറ്റുന്ന എന്തിനാ? നിക്ക്. ഇതാ, നിനക്കറിയോ എന്റെ പിതാവ് എന്നോട് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്? ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ നമ്മുടെ ഈ കൈകൾ വളരെ അത്യാവശ്യമാണ്. പക്ഷെ ചില ജോലിക്കായി നമ്മൾ ഉപകരണങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഏത് വ്യക്തിക്കാണോ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നത്, അയാളായിരിക്കും വളരെ ബുദ്ധിമാനായ വ്യക്തി. ദേ, ഇപ്പോ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള സമയം നിനക്കും വന്നിരിക്കുക. ദാ, പിടിക്കേ, ഇതുകൊണ്ട് ചെയ്തോളൂ. യേശു, എന്താ നീ ആലോചിക്കുന്നേ? ഞാൻ ഇത് ചിന്തിക്കുകയായിരുന്നു അച്ഛാ. വാസ്തവത്തിൽ ഈ കൈകൾ പരമപിതാവായ ദൈവമല്ലേ തന്നത്? നമ്മൾ അദ്ദേഹത്തിന്റെ ഉപകരണങ്ങളും.
നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് പരമപിതാവ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ലേ? ഞാൻ ആരെയെ ഉപദേശിക്കാൻ ചെന്നത്? ദൈവപുത്രനെ തന്നെയല്ലേ. മോനെ, നിനക്ക് കൈകൾ കൊണ്ട് ചെയ്യണമെങ്കിൽ അതുകൊണ്ടായിക്കോ.